ഈ പുഴയും കടന്ന സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗംഗയുടെ നിശ്ചയം ഇന്നാണല്ലോ. ഗംഗയുടെ നിശ്ചയം ഉറപ്പിക്കാൻ ചെറുക്കന്റെ കൂട്ടുകാരെ ശാരദയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ജയപാലൻ. എന്നിട്ട് ശാരദയോട് പറയാണ്, നിശ്ചയം നടത്താലോ, ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ശാരദ ജയപാലനോട് പറയാണ്, അവള് വരൂല, ഈ നിശ്ചയത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ശാരദ ചെറുക്കന്റെ അമ്മയോട് പറയാണ്, ക്ഷമിക്കണം, നിങ്ങളുടെ ചെറുക്കൻ കല്യാണം കഴിച്ച വിവരം ഞാൻ മുന്നേ അറിഞ്ഞില്ല. അത് നേരത്തെ അറിഞ്ഞിരുന്നേൽ ഞാൻ ഈ നിശ്ചയത്തിന് സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ജയപാലൻ ചോദിക്കണേ, ശാരദയ്ക്ക് എന്താ പറ്റിയത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടും എന്താ ഇങ്ങനെ ചെയ്യുന്നേ എന്ന്. അപ്പൊ ശാരദ പറയാണ്, ഈ നിശ്ചയം നടക്കാൻ പോണില്ല ജയപാലേട്ടാ, എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ ജയപാലൻ ചോദിക്കുകയാണ്, ഗംഗയെ കല്യാണം കഴിപ്പിക്കാതെ വീട്ടിലിരുത്താനാണോ നീ തീരുമാനിച്ചേ? ഒരു കല്യാണ നിശ്ചയം നിന്നു പോയാ കല്യാണം തന്നെ നിന്ന പോലെയാ നാട്ടുകാർ സംസാരിക്കാം. 2 തവണ നിശ്ചയം നിന്ന് ഇനി ആരാണ് നിന്റെ മോളെ കെട്ടുക? അപ്പൊ ശാരദ പറയാണ്, എൻ്റെ വിനീത് കെട്ടും അവളെ, എൻ്റെ വിനീത് അവളുടെ കഴുത്തിൽ താലി കെട്ടും എന്ന് പറയാണ്. വിനീതിനും ഗംഗയ്ക്കും കല്യാണം നടക്കും. ഗംഗയുടെ കല്യാണത്തെ പറ്റി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ചെറുക്കൻ്റെ കൂട്ടര് അവരോട് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അത് നിങ്ങൾ ഈ നിൽക്കുന്ന ജയപാലിനോട് ചോദിക്ക്, എന്തിനാ സത്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന്. ചെറുക്കൻ്റെ അമ്മ പറയാണ്, ഞങ്ങളെ അപമാനിക്കാൻ കൊണ്ടുവന്നതാണോ? എന്നിട്ട് ചെറുക്കം ജയപാലിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ട് എൻ്റെ ലൈഫാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്നും പറഞ്ഞാണ് ചെറുക്കൻ്റെ കൂട്ടരൊക്കെ ഇറങ്ങിപ്പോകുന്നത്. ജയപാലനാകെ എന്തോ പോലെ ആവുന്നുണ്ട്. അവരുടെ മുമ്പിലൊക്കെ നാണം കെട്ട അവസ്ഥയായല്ലോ. അപ്പൊ ജയപാലൻ ശാരദയോട് പറയാണ്, ഒരുപാട് നന്ദി, എൻ്റെ ലൈഫിൽ ഞാൻ കാണാത്ത അത്രയ്ക്കും നീ എനിക്ക് തന്നു. അപ്പൊ കാവേരി ചോദിക്കുകയാണ്, കള്ളം പറഞ്ഞ് ഒരുത്തനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിനക്ക് തെറ്റായി തോന്നിയില്ലേ? അപ്പൊ ശാരദ കാവേരിയോട് മിണ്ടാതിരിക്കാൻ പറയാണ്. എന്നിട്ട് ജയപാലനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പറയാണ്, അരവിന്ദേട്ടൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ ഇന്ന് നടന്ന കാര്യം അതങ്ങനെയല്ല. ഞാൻ അതിന് സമ്മതിച്ചാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ് അത്. നിശ്ചയം നിന്ന് പോയാൽ ഗംഗയ്ക്ക് വേറെ ചെറുക്കൻ കിട്ടില്ല എന്നല്ലേ നിങ്ങളുടെ വിഷമം? ഗംഗയ്ക്ക് ചെറുക്കനെ കിട്ടും, എൻ്റെ വിനീത് അവളെ കിട്ടും. അപ്പോൾ വിനീതിനു സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ജയപാലൻ പറയാണ്, ഇനി ഇവിടെ എന്തു നടന്നാലും അത് നല്ല കാര്യമാണേലും ചീത്ത കാര്യമാണേലും ഞാൻ ഇങ്ങോട്ട് വരൂല. ഇനി എന്നെ നീ ഏട്ടാ എന്ന് വിളിക്കരുത്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. എന്നിട്ട് വിനീതിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് ജയപാലൻ ഇറങ്ങി പോകുന്നത്. അച്ചമ്മ സുജാതയെ കോൾ ചെയ്യുവാണ്. അപ്പോൾ സുജാത ചോദിക്കാണ്, ഗംഗയുടെ നിശ്ചയം നടന്നത് പറയാനാണോ വിളിച്ചേ? അപ്പോൾ അച്ചമ്മ പറയാണ്, നിശ്ചയം മുടങ്ങിപ്പോയി, ആ ചെറുക്കന് ആദ്യം ഒരു കല്യാണം കഴിച്ചതായിരുന്നു എന്ന്. അപ്പോൾ സുജാത പറയുന്നുണ്ട്, ഇതൊന്നും അന്വേഷിക്കാതെയാണോ നിശ്ചയം നടത്താൻ നിൽക്കുന്നേ? എൻ്റെ മകനെ വേണ്ടാന്ന് പറഞ്ഞു പോയവരല്ലേ, അവർക്ക് അത് തന്നെ വേണം. ഇനി അവളെ ആര് കിട്ടും? അവൾക്ക് അത് തന്നെ വേണം എന്നൊക്കെ അച്ചമ്മയോട് പറയാണ്. അപ്പം അച്ചമ്മ സുജാതയോട് പറയാണ്, ഇനി ഗംഗയ്ക്കും വിനീതിനും കല്യാണം നടക്കുമല്ലോ. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തിൽ പറയാണ് അച്ചമ്മ സുജാതയോട്. അപ്പോൾ സുജാതയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അച്ചമ്മയോട് പറയാണ്, അതൊന്ന് കാണണമല്ലോ, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് സുജാത അങ്ങോട്ട് കയറി വന്നിട്ട് പറയാണ്, എന്താണ് നിങ്ങളുടെ വിചാരം? നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയില്ലേ? നീ ആരെ കേട്ടിട്ടാണ് എൻ്റെ മകന് കല്യാണം ഉറപ്പിച്ച്? അപ്പോൾ വിനീത അമ്മയോട് പറയുന്നുണ്ട്, എന്താ നടന്നതെന്ന് പറയാമ്മേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കി എന്നൊക്കെ. അപ്പോൾ സുജാത ചോദിക്കുകയാണ്, ആരെ കേട്ടിട്ടാണ് നീ ഗംഗയെ കെട്ടുമെന്ന് ഉറപ്പ് കൊടുത്തത്? പറയേ എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നിട്ട് അച്ചമ്മയോട് പറയാണ്, എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ? നിങ്ങളുടെ ഇഷ്ടത്തിന് ഗംഗയ്ക്കും വിനീതിനും കല്യാണം നടത്തണമെന്നാണോ? നിങ്ങൾ എല്ലാവരും അവന് കല്യാണം നടത്താൻ അവൻ എന്താ അനാഥയാണോ? അമ്മയായ ഞാനില്ലേ ഇവിടെ? അപ്പോൾ ശാരദ സങ്കടത്തിൽ പറയാണ്, ഞാനാണ് വിനീതിനോട് ചോദിച്ച, വിനീതിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എൻ്റെ മോളെ നല്ലൊരു ചെറുക്കനെ ഏൽപ്പിക്കണം എന്നേ ഞാൻ കരുതിയുള്ളൂ. ഇപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് എൻ്റെ മകളുടെ ഭാവി എന്താകുമെന്നോർത്ത് പേടിയായി. അതുകൊണ്ടാണ് ഞാൻ വിനീതിനോട് ചോദിച്ചത്. അവൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സുജാത പറയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ
നിനക്ക് ഉളുപ്പില്ലേ? നിന്റെ മകളുടെ ഭാവി നഷ്ടമാവാതിരിക്കാൻ എൻ്റെ മോനോട് ചോദിക്കാണോ? ഇവനെ കല്യാണം ചെയ്താൽ അവളുടെ ഭാവി നഷ്ടമാകും എന്ന് കരുതിയല്ലേ നിങ്ങൾ അവൾക്ക് വേറെ ചെറുക്കനെ നോക്കിയത്? ഇപ്പോ അവളെ ആരും കെട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ എൻ്റെ മോനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വിനീത് സുജാതയെ തടയുന്നുണ്ട്. മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് ഗംഗയെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് നിന്റെ അടുത്ത് പൈസ ഇല്ല, നീ ഒരു തയ്യൽക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് അകറ്റുമല്ലായിരുന്നു. ഇപ്പോ അവർക്ക് ഗംഗയ്ക്ക് വേണ്ടി ചെറുക്കനെ കിട്ടുന്നില്ല, അതുകൊണ്ടാ നിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നേ. അപ്പൊ ശാരദ സുജാതയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ മകളെ നിന്റെ മോന് കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സുജാത വിനീതിനോട് പറയാണ്, ഇപ്പോഴും നിന്നെ വേണം എന്നല്ല പറയുന്നേ, ആരും ഇല്ലാത്തത് കൊണ്ടാ നിന്നോട് ചോദിക്കുന്നേ. രണ്ടിനും വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുന്നേ. അപ്പോൾ വിനീത് അമ്മയോട് മിണ്ടാതിരിക്കാൻ കുറെ തവണ പറയാണ്. എന്നിട്ട് സുജാത ശാരദയോട് പറയാണ്, നിന്നെ എനിക്കറിയാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്, നിന്റെ മക്കൾക്ക് എത്ര തവണ കല്യാണം നിന്നാലും അത് എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എൻ്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നീ ശ്രമിക്കണ്ട, അത് ഈ ജന്മത്തിൽ ഞാൻ നടത്തൂല, ഞാൻ സമ്മതിക്കുമില്ല. എന്നിട്ട് വിനീതിനെയും കൂട്ടി അവിടുന്ന് ഇറങ്ങി പോവാണ് സുജാത. അപ്പോൾ കാവേരി വന്ന് സുജാതയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഞാൻ ആദ്യം മുതലേ പറഞ്ഞതല്ലേ അയാൾ കൊണ്ടുവന്ന ചെറുക്കൻ വേണ്ട എന്ന്, അത് നീ കേട്ടില്ല. ഇപ്പോ നിശ്ചയം നിന്ന്, ഒന്നും അന്വേഷിക്കാത്തത് കൊണ്ടാണ് നിശ്ചയം നിന്നത്. ഇപ്പോ ഗംഗയോട് എല്ലാരും ചോദിക്കുന്നത് അവളെ ആര് കെട്ടുമെന്നാണ്. നിങ്ങളെ വിശ്വസിച്ചതല്ലേ അവള് ചെയ്ത തെറ്റ്. എന്തിനാണ് ഗംഗയെ ഇങ്ങനെ അപമാനിക്കാൻ വിടുന്നത്? നിങ്ങളിപ്പോ വിനീതുമായി കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് പോലും ഗംഗയോട് ചോദിച്ചോ? എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനാണോ? ഒരു വാക്ക് ഗംഗയോട് ചോദിച്ചൂടെ? നിങ്ങൾ ജയപാലിനെ വിശ്വസിച്ച് നിങ്ങൾ തന്നെയാ ഗംഗയെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് കാവേരി ഗംഗയെ വിളിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. ശാരദ എല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.